ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പതിറ്റാണ്ടുകളായി കോൺഗ്രസ് എംഎൽഎമാരെ മാത്രം ജയിപ്പിച്ചു വിട്ട മണ്ഡലമായ പുതുപ്പള്ളിയിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ആ യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ രാഹുൽ ഗാന്ധി എന്ന ഈ വ്യക്തി ഇങ്ങനെ കാണിക്കുമ്പോൾ ആകെക്കൂടെ ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ആയിട്ടുള്ള SPGയും അല്ലെങ്കിൽ ആ സുരക്ഷാ സേനയിലെ കുറച്ച് പേർ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം ഓടേണ്ട ഒരു അവസ്ഥ വന്നു. അതിനപ്പുറം അവിടുത്തെ ലോക്കൽ കൊങ്ങി നേതാക്കൾ കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ പുറകെ പിന്നാലെ കടന്ന് ഓടുന്നുണ്ട്. അതിലുപരിയായിട്ട് അവിടെ ഇരു സൈഡിലെയും റോഡ് വരികിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയായിട്ട് ഒന്നോ രണ്ടോ പേര് നിൽക്കുന്നതല്ലാതെ ഒരു ആൾക്കൂട്ടമോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ട് കൈവീശുന്ന ജനക്കൂട്ടമോ ഒന്നും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് ഈ പപ്പു ഈ അഭ്യാസം കാണിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ബെഫൂണിനെ ഒരുപക്ഷെ ഈ SPGക്കാർ മനസ്സിലെങ്കിലും പ്രാകുന്നുണ്ടായിരിക്കും, ഇയാൾ എന്ത് കോമാളിത്തരമാണ് ഈ കാണിക്കുന്നത് എന്ന് വെച്ചിട്ട്. ഇവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമ്മൾ ഓർത്തു പോകുന്നത്. കാരണം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി എപ്പോൾ കേരളത്തിൽ വന്നാലും, അതും ഒരു മാസം അടുപ്പിച്ച് 2 3 തവണയൊക്കെ വന്നാൽ കൂടിയും ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എവിടെ ഇറങ്ങിയാലും അദ്ദേഹത്തിനെ കാണാൻ ജനസാഗരം തന്നെയാണ് ഒഴുകിയെത്താറുള്ളത്. അത് സംഖ്യകൾ മാത്രമല്ല, BJPക്കാരോ RSSകാരോ മാത്രമല്ല, മറ്റു പാർട്ടിയിലുള്ളവർ വരെ അദ്ദേഹത്തെ കാണാൻ വരാറുണ്ട്. അത് ഇനിയിപ്പോൾ ഒരു മാസം എല്ലാ ആഴ്ചയിലും വന്നു പോയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ, ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെയാണ് ഈ പപ്പു എന്ന് വിളിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹം ആദ്യമായിട്ട് വയനാട്ടിലൊക്കെ വന്ന സമയത്ത് വലിയ ആൾക്കൂട്ടവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ വലിയ കവറേജ് തന്നെ അതിന് കൊടുത്തിരുന്നു. 24 മണിക്കൂറും കവറേജ് ചെയ്യാൻ മനോരമയെ പോലുള്ള മാധ്യമങ്ങളൊക്കെ മുന്നിലുണ്ടായിരുന്നു. പിന്നീട് അയാൾ അവിടുന്ന് ജയിച്ചു പോയി MP ആയതിനു ശേഷം അവിടെ ഈ അരിക്കൊമ്പൻ എന്ന ആന ഒരുപക്ഷെ വയനാട്ടിലെ നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങിയതിൻ്റെ അത്രയും എണ്ണം പോലും ഈ രാഹുൽ ഗാന്ധി അവിടെ വരികയുണ്ടായില്ല. ഒരുപക്ഷെ ആന അരിക്കൊമ്പനാണോ രാഹുൽ ഗാന്ധിയാണോ അവിടെ കൂടുതൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിക്കൊമ്പനാണ് എന്ന് പറയേണ്ട അവസ്ഥയാണ്. അങ്ങനെ പോകെ മലയാളികൾക്ക് മനസ്സിലായി ഇയാളെ ജയിപ്പിച്ച് വിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന്. അങ്ങനെ ഓരോ തവണ, അതും വളരെ കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി മാത്രമാണ് വരുന്നത്. വന്നാലും വല്ല ചായക്കട കയറി ഉണ്ടമ്പരിയും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് പോകുന്നതല്ലാതെ നാടിന് ഗുണമുള്ള ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പതുക്കെ ഇയാളെ കാണുന്ന ആ ഒരു കൗതുകം ആളുകൾ തന്നെ നഷ്ടപ്പെട്ടു. പിന്നെ ഇയാൾ പപ്പുവാണ് എന്ന് മലയാളിയും വിശ്വസിക്കാൻ തുടങ്ങി. ഒടുവിൽ പാർട്ടി പരിപാടികൾക്ക് പാർട്ടി അംഗങ്ങളും അയാളുടെ ഒപ്പം നിൽക്കാനായിട്ട് KPCC അംഗങ്ങളും MP മാരും കിടന്ന് ഇടികൂടുന്നതല്ലാതെ ഇയാളെ കാണാൻ വേണ്ടി നാട്ടുകാരുടെ എണ്ണം ഓരോ തവണയും കുറഞ്ഞു വന്നു. ഏറ്റവും ഒടുവിലായിട്ട് പുതുപ്പള്ളിയിൽ പോലും, അതായത് ആ പുതുപ്പള്ളി ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്തോളം ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു അവിടുത്തെ MLA. ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് അവിടുത്തെ MLA. പക്ഷേ ഈ ചാണ്ടി ഉമ്മനും രാഹുൽ ഗാന്ധിയും കൂടെ നിൽക്കുന്ന ഒരു വീഡിയോയുടെ കണ്ടാലേ ഈ ഞാൻ പറയുന്നത് പൂർണ്ണമാവുകയുള്ളൂ. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാണ്ടി ഉമ്മൻ ഇപ്പുറത്തൊരു തൂണിൽ ചാരിക്കൊണ്ട് ഇയാൾ ഇതെങ്ങനെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ച് പോയിരുന്നെങ്കിൽ എനിക്ക് പോയിട്ട് വേറെ എന്തെങ്കിലും പണി ചെയ്യാമായിരുന്നു എന്ന ആ ഒരു ചിന്തയോടെ ആയിരിക്കണം, ആ ശരീരഭാഷയോടെ അവിടെ ഉദാസീനതായിട്ട് നിൽക്കുന്ന, ഏതാണ്ട് വഴിപോക്കനെ പിടിച്ച് സ്റ്റേജിൽ നിർത്തിയ രീതിയിൽ നിൽക്കുന്ന കാണാം. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായിരുന്നു ഈ ഒരു ദൃശ്യം. ഇതാണ് ഈ കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവിന് ജനങ്ങളും അണികളും സ്ഥാനാർത്ഥികളും കൊടുക്കുന്ന ഒരു സ്ഥാനം എന്ന് കാണുമ്പോഴാണ് ഈ ഉത്തരേന്ത്യക്കാർ ഇയാൾക്ക് ഇട്ടുകൊടുത്തിരുന്ന പപ്പു എന്ന പേര് അക്ഷരാർത്ഥത്തിൽ അത് 100% ശരിയാണ് എന്ന് മലയാളികൾ കൂടി ഇപ്പോൾ പതുക്കെ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇയാൾക്ക് തുടക്കത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ശ്രദ്ധ, മാധ്യമ ശ്രദ്ധ പോലും ഇല്ല ഇപ്പോൾ. മുമ്പൊക്കെ ഇയാൾ വന്നു പോയാൽ അതിന് ഒരാഴ്ച മുന്നേ ഇവിടെ തുടങ്ങും, മനോരമയൊക്കെ ബഹളം തുടങ്ങും. ഇപ്പോൾ അയാൾ വരുന്നു പോകുന്നു, അങ്ങനെ ഒരു ന്യൂസ് കാണും, വരുന്നതായിട്ടൊരു ന്യൂസ് കാണും, എവിടെങ്കിലും നിന്ന് വല്ല വിവരക്കേടും വിളിച്ചു പറഞ്ഞായിട്ട് മറ്റൊരു ന്യൂസ് കാണും, പിന്നെ അയാൾ പൊടിയും തട്ടി പോകുന്നതായിട്ടൊരു ന്യൂസ് കാണും. ഇതിനപ്പുറം മാധ്യമങ്ങൾ പോലും ഇയാൾ വരുന്നതോ പോകുന്നതോ ഒന്നും വലിയ പ്രാധാന്യത്തോടെ കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അയാൾ സ്വയം താഴ്ന്നിറങ്ങി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.